ഹാരപ്പൻ നാഗരികതയ്ക്കും മുൻപുള്ളതായ പുരാതന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഭാരതത്തിൻ്റെ സമുദ്രാന്തർഭാഗത്ത് കണ്ടെത്തി. ഏകദേശം 9,000 വർഷങ്ങൾക്ക് മുൻപുള്ളതെന്ന് കരുതപ്പെടുന്നതും ശാസ്ത്രീയ പഠനത്തിൽ തെളിയിക്കപ്പെട്ടതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോമതിഷ്പത എന്നറിയപ്പെടുന്ന ദ്വാരക നഗരത്തിൻ്റെ ഉത്ഖനന വിശേഷങ്ങളിലേക്ക് മിസ്റ്റ് സ്റ്റോറിക്കൊപ്പം യാത്രയാകാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ദയവായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നത് പുതിയ വീഡിയോകളുടെ ലഭ്യതയ്ക്ക് സഹായിക്കുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവശില്പിയായ വിശ്വകർമ്മ മഹർഷി സൗരാഷ്ട്രയുടെ പടിഞ്ഞാറേ തീരത്ത് അതിമനോഹരമായ ഒരു നഗരം പണിതീർത്തു. സമുദ്രദേവൻ നൽകിയ 12 യോജന ഭൂമിയിൽ അമൂല്യ രത്നങ്ങളും സ്വർണവും അപൂർവ ലോഹക്കൂട്ടും കൊണ്ട് വിശ്വകർമ്മ ഭൂമിയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു സമുച്ചയം പണിതീർത്തു. ഗോമതിഷ്പത എന്ന പേരിലുള്ള ദ്വാരക എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട കടലിലേക്കുള്ള കവാടം ശ്രീകൃഷ്ണ ഭഗവാന്റെ സാമ്രാജ്യ നഗരമായിരുന്നു. കൗരവ മാതാവായ ഗാന്ധാരിയുടെ ശാപത്താൽ ശ്രീകൃഷ്ണന്റെ കാലശേഷം പരസ്പരം പോരടിച്ച യാദവർ ആ സുന്ദര നഗരം അഗ്നിക്കിരയാക്കുകയും അനന്തരം സമുദ്രം ദ്വാരകയെ വിഴുങ്ങുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഭാരത സർക്കാർ ഗുജറാത്ത് തീരത്തിലെ ജലമലിനീകരണത്തിൻ്റെ അളവ് കണക്കുകൂട്ടുന്നതിനായി ഒരു സംഘം വിദ്യാർത്ഥികളെ വിദഗ്ധർക്കൊപ്പം അവിടേക്ക് അയക്കുന്നു. എന്നാൽ ജലപരിശോധനയ്ക്കിടയിൽ അവിടെ നിന്ന് ലഭിച്ച മുൻപ് കണ്ടിട്ടില്ലാത്ത ചില പാത്രങ്ങളും വിചിത്രാകൃതിയിലുള്ള ശിലാ അവശിഷ്ടങ്ങളും അവരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ അധികായനും സർവാദരണീയനുമായ ഡോക്ടർ SR റാവുവിൻ്റെ അടുത്തെത്തിക്കുന്നു. അത്യധികം താൽപ്പര്യത്തോടുകൂടി വസ്തുക്കൾ പരിശോധിച്ച റാവുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അതിശീഘ്രം സ്ഥലം സന്ദർശിച്ച അദ്ദേഹം സമുദ്രാന്തർഭാഗത്ത് അതിപുരാതനമായ ഒരു നഷ്ടനഗരത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി. ഭാരതത്തിൻ്റെ പൈതൃക സ്വത്തായ ഒരു നഷ്ടനഗരം കിലോമീറ്ററുകളോളം ആഴത്തിൽ സമുദ്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നുവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സമുദ്രത്തിനടിയിൽ മറഞ്ഞ വികസിത നഗരവും വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദ്വാരക നഗരത്തിൻ്റെ അവശേഷിപ്പുകളുമാണ് തങ്ങൾ കണ്ടെത്തിയതെന്ന് വിദ്യാർത്ഥികൾക്കറിയില്ലായിരുന്നു. 1963 HD സംഗലിയുടെ നേതൃത്വത്തിലും 1972 ഡോക്ടർ SR റാവുവിൻ്റെ നേതൃത്വത്തിലും ദ്വാരകയ്ക്കായി ഖനനങ്ങൾ നടന്നുവെങ്കിലും 1981 മുങ്ങിയ ദ്വാരക നഗരത്തിനുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചത്. 20 വർഷം ഈ സ്ഥലത്ത് തുടർച്ചയായി പര്യവേഷണങ്ങൾ നടത്തി. 1984 പ്രധാനമന്ത്രി നേരിട്ട് സമുദ്രാന്തർ പര്യവേഷണത്തിന് അനുമതി നൽകി. എക്ക സൗണ്ടർ ഉപയോഗിച്ച് ലൊക്കേഷൻ സ്കെച്ച് ചെയ്തു മുതൽ വിദഗ്ധർ അണ്ടർ വാട്ടർ സ്ക്യൂബ, സൈഡ് സ്കാൻ സോണാർ എന്നിവയാൽ വിപുലമായ പര്യവേഷണങ്ങൾ നടത്തി. 1983 1990 ഇടയിൽ നടത്തിയ പരിശോധനകളിൽ ജലാന്തർഭാഗത്തായി ഒരു നഗരം മറിഞ്ഞുകിടപ്പുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നു. 2017 ജനുവരിയിൽ പുനരാരംഭിച്ച ഖനനത്തിൽ നിരവധി ശിലാഘടനകളും നഗരഭിത്തികളും ശിലാനങ്കൂരങ്ങളും ലഭിക്കുന്നു. ഇതൊരു തുറമുഖ പട്ടണമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൊത്തളങ്ങളും തൂണുകളും ത്രികോണാകൃതിയിലും ചതുരാകൃതിയിലുമുള്ള ശിലാനങ്കൂരങ്ങളും കൊടിമരം ഉറപ്പിക്കുന്നതിനുള്ള ഒറ്റ ദ്വാരമുള്ള അർദ്ധഗോളാകൃതിയിൽ ചെത്തിയൊരുക്കിയ കല്ലുകളും തിരമാലകളെ തടയുന്നതിനായി കൊത്തളങ്ങളിൽ ഉറപ്പിക്കുന്ന L ഷേപ്പിലുള്ള ശിലകളും ലഭിക്കുന്നു. തുടർ പര്യവേഷണങ്ങളിൽ മൺപാത്രങ്ങൾ, ശിലാശില്പങ്ങൾ, ടെറാക്കോട്ട മുത്തുകൾ, ഇരുമ്പ്, വെങ്കല വസ്തുക്കൾ എന്നിവയും കണ്ടെത്തുന്നു. ഐതിഹ്യങ്ങളിൽ വിവരിക്കപ്പെട്ട ദ്വാരകയുടെ ഐതിഹാസികമായ വീണ്ടെടുപ്പിനുള്ള സാധ്യത തെളിയുന്ന കണ്ടെത്തലുകൾ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നു. 1983 1992 കാലയളവിൽ നടത്തിയ സമുദ്ര പര്യവേഷണത്തിൽ നിന്നും നിരവധി ഭിത്തികൾ, സ്തംഭം, കൊത്തളങ്ങൾ തുടങ്ങി ദ്വാരകയുടേതെന്ന് അനുമാനിക്കപ്പെടുന്ന നിരവധി പുരാവസ്തുക്കൾ ലഭിച്ചു തുടങ്ങി. അണ്ടർ വാട്ടർ സ്കൂട്ടറായ അക്വാസപ്പിനൊപ്പം വെള്ളത്തിനടിയിലുള്ള പര്യവേഷണങ്ങളിൽ SDBC, സ്കൂബ, സർവേ ബോട്ടുകൾ, അണ്ടർ വാട്ടർ TB, അണ്ടർ വാട്ടർ ക്യാമറകൾ, എയർലിഫ്റ്റ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് 3 മുതൽ 12 മീറ്റർ വരെ ആഴത്തിൽ 9,80,000 ചതുരശ്ര മീറ്റർ സ്ഥലം പര്യവേഷണം ചെയ്തു. നിശ്ചല ഫോട്ടോഗ്രാഫി, അണ്ടർ വീഡിയോ,
അണ്ടർ വാട്ടർ ഡ്രോയിങ് എന്നിവ ഉപയോഗിച്ചാണ് വിവിധ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തിയത്. ടെസ്റ്റന്റുകളുടെ സഹായത്താൽ വസ്തുക്കളുടെ സ്ഥാനം ഉറപ്പാക്കുകയും ജിയോളജിക്കൽ സർവേ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർവേ നടത്തുകയും ചെയ്തു. സിന്ധു ബ്രാഹ്മി സംയുക്ത കാലഘട്ടത്തിലെ പ്രതീകങ്ങൾ ആലേഖനം ചെയ്ത മൺപാത്രം, ഇരുതലയുള്ള മൃഗങ്ങളെ ചിത്രീകരിക്കുന്ന സിന്ധു മുദ്രയുടെ പ്രാതിനിധ്യം, തിളക്കമുള്ള റെഡ്വെയർ ബൗൾ, ചുവന്ന വലിപ്പമുള്ള മൺപാത്രങ്ങൾ എന്നിവ കടൽത്തീര പര്യവേഷണങ്ങളിൽ കണ്ടെത്തി. ദ്വാരക, രംഗ്പൂർ, പ്രഭാസ് എന്നിവിടങ്ങളിൽ നിന്നും BC 1600-1500 കാലഘട്ടത്തിൽ നിന്ന് കരുതപ്പെടുന്ന സുഷിരങ്ങളുള്ള ജാറുകൾ, വളഞ്ഞ പാത്രങ്ങൾ എന്നിവ ലഭിച്ചു. ബെറ്റ് ദ്വാരകയിലെ UW6 കിടങ്ങിൽ നിന്നും ചെറിയ ചതുരാകൃതിയിലുള്ള മുദ്രകളും സുഷിരങ്ങളുള്ള ബട്ടൺ പതിപ്പിച്ച ശംഖുകളും ചെറിയ കൊമ്പുള്ള കാള, ആട്, യൂണിക്കോൺ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന സംയുക്ത രൂപങ്ങളിൽ ലഭിച്ചു. ഈ സംയുക്ത രൂപം ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊത്തിയെടുത്ത രീതിയിലുള്ളതായിരുന്നു. 1992-ലും 95-ലും സോമനാഥിന് സമീപം നടത്തിയ പര്യവേഷണത്തിൽ ദ്വാരങ്ങളുള്ള ത്രികോണാകൃതിയിലുള്ള ശിലാനിർമ്മിതമായ ആങ്കറും 1 മീറ്റർ നീളമുള്ള 3 ദ്വാരങ്ങളുള്ള പ്രിസ്മാറ്റിക് ശിലാനങ്കൂരവും ദ്വാരകയിൽ കണ്ടെത്തിയതിനോട് സാമ്യമുള്ള ഒറ്റ ദ്വാരമുള്ള വൃത്താകൃതിയിലുള്ള ശിലാവസ്തുവും കണ്ടെത്തുകയുണ്ടായി. GPS സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി വസ്തുക്കളുടെ സ്ഥാനം ഉറപ്പാക്കുകയും മാപ്പിൽ പ്ലോട്ട് ചെയ്യുകയും ചെയ്തു. കാംബ ഉൾക്കടലിൽ നടത്തിയ പര്യവേഷണത്തിൽ വീണ്ടും പുതിയ തെളിവുകൾ ലഭിച്ചു തുടങ്ങി. ഒരു മരക്കഷ്ണം, മൺപാത്രങ്ങൾ, ഫോസിലൈസ് അസ്ഥികൾ, ഒരു പല്ലി എന്നിവ ലഭിക്കുകയുണ്ടായി. ഹൈദരാബാദിലെ നാഷണൽ ജിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൌവിലെ ബീർബൽ സാഹ്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി, അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയിൽ അയച്ച പരിശോധനാ ഫലങ്ങളിൽ നിന്നും കൂടുതൽ കൃത്യതയുള്ള തെളിവുകൾ ലഭിച്ചു. 2002-2003 NIUTയിൽ നടത്തിയ പരിശോധനയിൽ കാലപ്പഴക്കത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവന്നു. പിന്നീട് നടത്തിയ ഡ്രഡ്ജിങ്ങിൽ ലഭിച്ച വസ്തുക്കൾ മണിപ്പൂർ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ലാബുകളിലേക്ക് അയച്ചു. അവിടെ നടത്തിയ കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ തടിക്കഷ്ണത്തിന് 9000 വർഷം പഴക്കമുള്ളതാണെന്ന് തെളിഞ്ഞു. പുരാതന ഇന്ത്യൻ നാഗരികതയുടെ പഴക്കം ലോകത്തെ ആകമാനം ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. ഖനനത്തിൽ ലഭിച്ച വസ്തുക്കൾ ദ്വാരകയുടേതെന്ന് എത്രത്തോളം ഉറപ്പിക്കാമെന്ന ചോദ്യത്തിന് നെയിം ബോർഡ് മാത്രം കാണാനില്ല എന്നായിരുന്നു SR റാവുവിൻ്റെ മറുപടി. അദ്ദേഹം സാംസ്കാരിക മന്ത്രാലയത്തിന് സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് വെള്ളത്തിനടിയിലായ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ഒരു തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി ഇതിനെ സംരക്ഷിക്കുന്നതിനും 14 കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതി അദ്ദേഹം സമർപ്പിച്ചു. സാംസ്കാരിക മന്ത്രാലയം സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചു എന്നതിനപ്പുറം അവർ നൽകിയ വാക്ക് പാലിക്കപ്പെട്ടില്ല. തുടർ ഖനനങ്ങൾ എന്തൊക്കെയോ കാരണങ്ങളാൽ തടസ്സപ്പെടുകയുമുണ്ടായി. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സമൂഹങ്ങൾ പോലും വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും സർക്കാരിൻ്റെ ഉദാസീനത മുന്നോട്ടുള്ള ഡ്രഡ്ജിങ്ങിന് തടസ്സം വരുത്തി. 2013 ജനുവരി 3-ന് SR റാവു മരണമടയുന്ന നിമിഷം വരെ അദ്ദേഹത്തിനുണ്ടായ ദുഃഖം ദ്വാരകയുടെ വീണ്ടെടുപ്പിൽ സർക്കാരിനുണ്ടായ ഉദാസീനതയായിരുന്നു. ഖനനത്തിനുണ്ടാകുന്ന അമിത ചിലവാണെന്നും ദ്വാരകയുടെ തെളിവുകൾ പുറത്തു വന്നാലുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ ഭയന്നാണ് സർക്കാർ ഇതിന് മുതിരാത്തതെന്നും രണ്ടഭിപ്രായം ഉയർന്നു. മഹാഭാരതം, ഹരിവംശം, മത്സ്യവായുപുരാണം എന്നിവയിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള ദ്വാരകയുടെ നിർമ്മിതികൾ വീണ്ടെടുത്ത അവശിഷ്ടങ്ങൾ തെളിയിക്കുന്നു എന്നത് പര്യവേഷകരെയും ചരിത്ര അന്വേഷകരെയും അത്യധികം ആവേശത്തിലാക്കി. മറൈൻ പുരാവസ്തു ഗവേഷണത്തിൽ ലഭിച്ച രേഖകളിൽ നിന്നുള്ള തെളിവുകൾ ദ്വാരക എന്ന തുറമുഖ നഗരത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യവും നഗരവൽക്കരണത്തിൻ്റെ അസാമാന്യ ശേഷിയും ശില്പചാരുതയും ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്ത് വിളിച്ചോതുന്നവയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിലാശില്പവും ദ്വാരകയുടെ പൂർണ്ണ രൂപവും കടലിനടിയിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ കലാകാരന്മാർ 3D സാങ്കേതികവിദ്യയാൽ പുനഃസൃഷ്ടിച്ചതാണ്. ഇത് കടലിനടിയിൽ കാണുന്ന ദ്വാരകയുടേതെന്ന വീഡിയോ തികച്ചും വ്യാജമാണ് എന്നത് ഫാക്ട് ചെക്കിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ദ്വാരക പര്യവേഷണത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും പര്യവേഷണം രഹസ്യമായി നടക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും നൽകാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.